जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയ ബുക്കാണ്. അത് ഒരുപാട് ഡിസൈപ്പിൾസിന്റെ മെമ്മറീസ് പറയുന്നുണ്ട്. എല്ലാം ഓരോ പാരഗ്രാഫ് വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ അവർ തന്നെ പല പല സന്ദർഭത്തിൽ പല മെമ്മറീസ് എല്ലാം ഓരോരോ പാരഗ്രാഫായിട്ട് വെച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഹൃദയാനന്ദ ദാസ് ഗോസ്വാമി എന്ന് പറഞ്ഞൊരു ആധ്യാത്മിക ആചാര്യനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മെമ്മറി പറയുന്നുണ്ട്. ഒരു വേളയിൽ അവര് മെക്സിക്കോയിലായിരിക്കുന്ന സമയത്ത് ശ്രീല പ്രഭുപാദ് ഉണ്ടായിരുന്നു. അപ്പൊ ശ്രീല പ്രഭുപാദ് വരുമ്പം ഈ ശിഷ്യന്മാര് വലിയ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെല്ലാം പ്രഭുപാദിനെ കാണാനും സംസാരിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വരും. അപ്പൊ അങ്ങനെ ഒരു വട്ടം വിളിച്ചുകൊണ്ട് വന്നത് മിസ് മെക്സിക്കോ ആണ്. അതായത് മെക്സിക്കോയിലെ സൗന്ദര്യ റാണി, അവരെയാണ് വിളിച്ചുകൊണ്ട് വന്നത്. ആ വർഷത്തെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീ, അവരെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം അവിടെ വന്ന് പ്രഭുപാദിനോട് സംസാരിച്ചു. പക്ഷെ പ്രഭുപാദ് കുറെ കാര്യങ്ങൾ അവരോട് സംസാരിച്ചു. പക്ഷെ അവരുടെ ഒരു മൂഡെന്ന് പറഞ്ഞാൽ അവരേതോ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന പോലെയാണ് അവരുടെ മൂഡ് ഉണ്ടായിരുന്നത്. അവര് ബാക്കിയുള്ളവരെ തന്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര അവര് എന്തോ ഒരു സിനിമ അവാർഡ് നൈറ്റിലൊക്കെ പങ്കെടുക്കുന്ന പോലെയാണ് അവര് ഇരുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഇതൊക്കെ പ്രഭുപാദ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ചെയ്ത് അത് കഴിഞ്ഞിട്ട് ആ സംഭാഷണം കഴിഞ്ഞിട്ട് അവര് ഇറങ്ങാനായിട്ട് അവര് പോകാനായിട്ട് പറഞ്ഞപ്പം സാധാരണ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന പോലെ അവരിങ്ങനെ പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഇന്നത്തെ പരിപാടി, എനിക്ക് ഇനിയും ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ അവർ പറഞ്ഞു. ഔപചാരികമായിട്ട് സംസാരിച്ച്. കാരണം പ്രഭുപാദ് പറയുന്നത് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചൊന്നുമില്ല, ജസ്റ്റ് ഉപരിപ്ലവമായിട്ടാണ് അവര് ശ്രദ്ധിച്ചത്. എന്നിട്ട് അവര് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇനിയും വരാനായിട്ട് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. പിന്നെ പ്രഭുപാദ് പെട്ടെന്ന് തന്നെ തിരിച്ചു ചോദിച്ചു, എന്തിനാ നിങ്ങൾ വരുന്നതെന്ന് ചോദിച്ചു. കാരണം ആരും ഇതുവരെ അവരോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. അവര് എല്ലാ പ്രോഗ്രാമിനും ഇങ്ങനെയൊക്കെ തന്നെ അവർ പറയുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇനിയും വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ കുറച്ചൊന്ന് വണ്ടറായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്റെ ബുക്സുകൾ വായിച്ചിട്ടുണ്ടോ എന്ന് പ്രഭുപാദ് ചോദിച്ചു. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വീണ്ടും വരുന്നതെന്ന്. അപ്പോഴാണ് അവർക്ക് ഇപ്പം കൂടെ ഇവരെ കൊണ്ടുവന്ന ഈ ഡിവോട്ടീസും ഒരു ഇതായിപ്പോയി. അവര് ഇത്രയും ഗ്ലാമറായിട്ടുള്ള വ്യക്തിയെ കൊണ്ടുവരുന്നു. അവരൊരിക്കലും പ്രഭുപാദ് ഇങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ പ്രഭുപാദ് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവരും ഒരു വണ്ടറായി. പെട്ടെന്ന് അവരാ യഥാർത്ഥ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ആ സ്ത്രീ അവരപ്പം മനസ്സിലാക്കി, ഞാൻ ഒരു ആത്മാവാണ്, ഞാൻ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ അടുത്ത് ഇരിക്കുകയാണ്, ഞാൻ ഈ ശരീരമല്ല എന്നുള്ള ഇതിലേക്ക് അവർ പെട്ടെന്ന് ആ റിയലൈസേഷൻ വന്നുവെന്ന് ഹൃദയാനന്ദ ദാസ് ഗോസ്വാമി മഹാരാജ് പറയുന്നു. അപ്പം ശ്രീല പ്രഭുപാദിന്റെ ആ ഒരു ചോദ്യം അവരെ യഥാർത്ഥ പൊസിഷനിലേക്ക് അവരെ കൊണ്ടുവന്നു. ഞാനൊരു സ്റ്റുഡന്റ് ആണ്, ഞാനൊരു സോളാണ് എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത്. പക്ഷെ വേറെ ആരും ആ തരത്തില് ഒരു ഇത്രയും ഉന്നതമായ അല്ലെങ്കിൽ ഇത്രയും പ്രശസ്തമായ ഒരു വ്യക്തിയോട് ചോദിക്കാനായിട്ട് ശ്രമിക്കില്ല. പക്ഷെ പ്രഭുപാദ് ഇവരുടെ ഈ ഒരു മനോഭാവം കണ്ടിട്ട് അവരെ യഥാർത്ഥ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നാലേ അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും എന്ന് മനസ്സിലായി. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ പോലും അദ്ദേഹത്തിന് അത് പ്രശ്നമല്ല. പക്ഷെ ആ ആത്മാവിന് ശരിയായ ബോധം കിട്ടണമെങ്കിൽ ആ ഒരു വഴക്ക് കൊടുക്കണം എന്ന് പ്രഭുപാദിന് അറിയാമായിരുന്നു. എന്നിട്ട് അങ്ങനെ പറഞ്ഞപ്പം അവർ ആ ഹമ്പിൾ പൊസിഷനിലേക്കായി. ഞാൻ വേറൊന്നുമല്ല, ഞാനൊരു ഗുരുവിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്, ഞാനിവിടെ പഠിക്കാനാണ് വന്നത് എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് അവർ വരികയും പിന്നെ അവര് സംസാരിക്കുമ്പോൾ അവർക്ക് ശരിയായ ശ്രദ്ധയോടുകൂടി അവരത് പ്രഭുപാദിനെ കേൾക്കുകയും ചെയ്തു എന്ന് ഹൃദയാനന്ദദാസ് ഗോസ്വാമി മഹാരാജ് പറയുന്നത്. ശ്രീല പ്രഭുപാദിന്റെ ആ ഒരു കമ്പാഷൻ, അദ്ദേഹത്തിന്റെ എന്ത് സാഹചര്യത്തിൽ എന്ത് പറയണം എന്നുള്ള ആ ഒരു
ഉന്നതമായ ബോധവും അതിൽ കാണിക്കുന്നു എന്നാണ് ഹൃദയാനന്ദ ദാസ് ഗോസ്വാമി മഹാരാജ് പറയുന്നത്.